ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്ര സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും മകളുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വിക്രത്തിനെ കാണാൻ വേണ്ടി കമലമ്മയും മാഷും കൂടി ജയിലിലോട്ട് വരികയാണ്. ജയിലിലോട്ട് വരുന്ന മാഷിൻ്റെ അടുത്തൊക്കെ വിക്രം ചോദിക്കുന്നത് വേദയെക്കുറിച്ചാണ്. വേദയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇല്ല മോനെ, വേദ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല, ഞങ്ങളെല്ലാവരും വേദയെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ അത് വിക്രത്തിന് നല്ല സങ്കടമാവുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മൾ കാണിക്കുന്നത് അവിടെ ഒരു കമ്മീഷണറെയും വൈഫിനെയും കാണിക്കുന്നുണ്ട്. വേദ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് കളക്ടറായിട്ട്. അപ്പോൾ അവിടെയാണ് ആ കമ്മീഷണർ ഉള്ളത്. നമ്മുടെ വിക്രമുള്ള അതേ നാട്ടിൽ കേരളത്തിലാണ് ആ കമ്മീഷണർ വൈഫുള്ളത്. ആദ്യത്തെ സീനിൽ കാണിക്കുന്നത് അവർ രണ്ടുപേരും ബൈക്കിലൊക്കെ നല്ല റൊമാൻറ്റിക്കായിട്ട് പോകുന്നതും യാത്ര ചെയ്യുന്നതൊക്കെയാണ്. പിന്നെ രണ്ടുപേരും സെപ്പറേറ്റഡായി പിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്താണ് കാണിക്കുന്നത്. ഒരാൾ ആന്ധ്രാപ്രദേശിലും ഒരാൾ കേരളത്തിലുമാണ്. നമ്മുടെ വിക്രം വേദയുള്ള ആൾക്ക് സെപ്പറേറ്റഡാണ്. രണ്ടുപേരും നല്ല രീതിയിൽ വിഷമിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 6 വർഷത്തിന് ശേഷം നമ്മുടെ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന വിക്രം നേരെ വരുന്നത് വീട്ടിലേക്കാണ്. വീട്ടിൽ വന്ന് മാഷിനോടും കമലയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാലും വേദയെക്കുറിച്ച് തന്നെയാണ് വിക്രം സംസാരിക്കുന്നത്. വേദ എവിടെയായാലും വേദയെ കണ്ടുപിടിക്കണം, ഇനിയും അത് അന്വേഷിക്കാതിരുന്നാൽ ശരിയാവത്തില്ല, ഞാൻ വേദയെ അന്വേഷിച്ച് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട്, അവൾ എവിടെ ആയിരുന്നാലും സുരക്ഷിതയായിരിക്കും, അവൾ അത്ര നല്ല ബോൾഡായ പെൺകുട്ടിയാണെന്നൊക്കെ മാഷി വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അവളെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് വിക്രം വേദയെ അന്വേഷിച്ചിറങ്ങുകയാണ്. അതേ സമയത്താണ് ശ്രീകാന്തിൻ്റെ ഗുണ്ടകളെല്ലാം കൂടി ചേർന്ന് വിക്രത്തിനെ കീഴ്പ്പെടുത്തി ഒരു ഗോഡൗണിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സ്ഥലത്ത് ശ്രീകാന്ത് വരികയാണ്. ചോദിക്കും, നീ എന്ത് കരുതിയാടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിൻ്റെ ഭാര്യ അന്വേഷിച്ച് പോകാമെന്നോ? ഇല്ലടാ, ഒരിക്കലും അവളെ നിനക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. ഇനി നീയും ജീവനോടെ ഈ ഭൂമിയെ കാണത്തില്ലെന്ന് പറയും. നീ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു പറയും. നീ എന്ത് കരുതിയടാ ജയിലിൽ നിന്ന് ഇറങ്ങി നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്നോ? അന്ന് നീ ചെറിയ വ്യത്യാസത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടത്. ഇനിയും നിന്നെ ജീവനോടെ വെക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറയും. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിൽ, എന്നിട്ട് നിൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ലല്ലോ. നിൻ്റെ ഭാര്യയുണ്ടല്ലോ, അവൾ പോലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അവൾ എവിടെ ആയാലും അവളെ ഞാൻ കൊന്നുകളയുമെന്ന് പറയും. നീ ഒരു മനുഷ്യനാണോടാ? അല്ല, ഞാനൊരു മനുഷ്യനല്ല, സ്വന്തം സഹോദരിയെ കൊല്ലാൻ വേണ്ടി മാത്രമാണോ നീ ജനിച്ചേക്കുന്നതെന്ന് ചോദിക്കും. അതെ, എനിക്ക് ഞാൻ കൈവശം വെച്ച് അനുഭവിക്കുന്ന ഒരു സ്വത്തുക്കളും കൊടുക്കാൻ ഞാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. അത് അത്രയും നോക്കി നടത്തുന്ന ഉത്തരവാദിത്വം എനിക്ക് കിട്ടിയെങ്കിലേ അത് വെച്ച് അനുഭവിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നെ. അതൊരിക്കലും ഞാൻ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയും. സ്വത്തിനും പണത്തിനും വേണ്ടി സ്വന്തം സഹോദരിയെ പോലും കൊല്ലുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ അടിച്ച് കൊല്ലടാ അവനെന്ന് പറയും. അങ്ങനെ ശ്രീകാന്തിൻ്റെ ഗുണ്ടകളെല്ലാം കൂടി ചേർന്ന് വിക്രത്തിനെ എടുത്തിട്ട് അങ്ങ് അടിച്ച് ഉപദ്രവിക്കുകയാണ്. ഇനി നിന്നെ ജീവനോടെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ കൊല്ലാൻ വേണ്ടി ശ്രീകാന്ത് സ്റ്റോക്കെടുക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വർഷയുടെ കോള് വരുന്നത്. വർഷ പെട്ടെന്ന് ഒരു പേടിച്ചരണ്ട കണക്കാണ് വിളിക്കുന്നത്. എന്താ നിനക്ക് പറ്റിയത്? അത് ശ്രീയേട്ടൻ എവിടാ? ഞാൻ എന്താ കാര്യം എന്ന് ചോദിക്കും. ശ്രീയേട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരണമെന്ന് പറയും. നീ കാര്യം പറ പക്ഷേ, ശ്രീയേട്ടൻ വീട്ടിലോട്ട് വാ, വളരെ അത്യാവശ്യമാണെന്ന് പറയും. അപ്പോഴത്തേക്ക് വിക്രത്തിനെ നോക്കും. ഞാൻ ഇപ്പോൾ വരാം, ഇവൻ പുറത്ത് പോവാതെ ഇവനെ ശ്രദ്ധിച്ചോണമെന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് വീട്ടിലോട്ട് ചെല്ലുകയാണ്. വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് വർഷ പുറത്ത് നിൽക്കുകയാണ്. നീ എന്തിനാ വർഷയെ പുറത്ത് നിൽക്കുന്നതെന്ന് പറയും. അകത്തെന്താ നോക്കുമ്പോഴത്തേക്ക് അകത്ത് വേദയാണ് കാണുന്നത്. ചോദിക്കും, ഓ നീയോ, ഇവളെ കണ്ടിട്ടാണോ നീ പുറത്തിറങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കും. ഇവളെ കണ്ട് പേടിക്കാൻ എന്തിരിക്കുന്നു എന്ന് പറയും. പേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വേദ പുറത്തോട്ട് വരുന്നത്. അന്ന് ചോദിക്കും, നിന്നെ പേടിക്കാനോ? 6 വർഷം എവിടെ പോയി ഒളിച്ചിരുന്നിട്ട് ഇപ്പം നീ വന്നേക്കുന്നോ എന്ന് ചോദിക്കും. 6 വർഷം ഞാൻ ഒളിച്ചിരുന്നെന്ന് കരുതി നിങ്ങളെന്ത് കരുതി? ഞാൻ പേടിച്ച് അല്ലാണ്ട് ഇല്ലാതായി പോയെന്നോ ചോദിക്കുക. നിങ്ങളോടൊപ്പത്തിനൊപ്പം നേരിടാൻ തന്നെ ഈ വേദ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. 6 വർഷം കൊണ്ട് വേദ ഒരുപാട് മാറിയെന്ന് പറയും. നീ എന്ത് മാറിയെന്ന് നീ പറയുന്നത്? നീ എന്ത് കരുതി? ഒരു ഗുണ്ടയെ വിവാഹം കഴിച്ച് അവൻ്റെ കുഞ്ഞിനെയും പ്രസവിച്ച് ഇത്രയും നാൾ ഞാൻ നോക്കി നടന്ന എൻ്റെ സ്വത്തുക്കളൊക്കെ നിനക്ക് തിരിച്ചു തരുമെന്ന് നീ കരുതിയെന്ന് ചോദിക്കും. അതേ, സ്വത്തിനും പണത്തിനും വേണ്ടിയാണല്ലോ താൻ എന്നെയും വിക്രത്തിനെയും തമ്മിൽ അകറ്റിയതും എന്നെ കൊല്ലാൻ ശ്രമിച്ചതും. 5 വർഷം ഞാൻ തൻ്റെ മുമ്പിൽ പെടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയാവോ? തനിക്ക് ഞാനത് മനസ്സിലാക്കി തരാമെന്ന് പറയും. ഇവിടെ നിന്ന് കൂടുതൽ കുറയ്ക്കാതെ ഇറങ്ങി പൊടിയെന്ന് പറയും എൻ്റെ വീട്ടിൽ നിന്ന്. അത് ചോദിക്കും, തൻ്റെ വീടോ? ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ്, എനിക്ക് ഉൾപ്പെടെ 3 മക്കൾക്കും അവകാശമുള്ള വീട്. ഈ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറയാൻ താൻ ആരാന്ന് ചോദിക്കും. നിനക്ക് അറിയണോടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് നമ്മുടെ വേദയുടെ നേരെ കൈ ഉയർത്തലാണ്. വർഷ പറഞ്ഞ് ശ്രീയേട്ടാന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും. ആ സമയത്ത് എന്താ തൻ്റെ കൈ പൊങ്ങുന്നില്ലേ എന്ന് ചോദിക്കും. ആ സമയത്ത് പറയും, നിൻ്റെ അടുത്ത് പറഞ്ഞ കൂടുതൽ നീ എന്ത് കരുതി? ഇനിയും എൻ്റെ മുമ്പിൽ നിന്ന് കുറയ്ക്കാനുള്ള ധൈര്യം നിനക്കായോ എന്ന് ചോദിക്കും. നീ മരണത്തിന് രക്ഷപ്പെട്ടതാണോ നിൻ്റെ വിചാരം? അതെ, താനെന്നെ കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ 6 വർഷം മാറി നിന്നേന്ന് പറയും. ആ സമയത്ത് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരികയാണ്. പോലീസുകാരൻ പറയും, മേഡം എന്ന് പറഞ്ഞ് വേദയെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വേദം ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് വർഷം ഇങ്ങനെ നോക്കുന്നുണ്ട്. വേദയെ പെട്ടെന്ന് മേഡം എന്നൊക്കെ വിളിക്കാനായിട്ട്, മേഡം താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് റെഡിയായി, അങ്ങോട്ട് താമസിക്കാമെന്ന് പറയും. ശരി, ഓക്കെ, നിങ്ങൾ പൊയ്ക്കോളാൻ പറയും. ആ സമയത്ത്
വേദ തിരിഞ്ഞ് നിന്നിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയും, താൻ എന്ത് കരുതി 6 വർഷം കൊണ്ട് ഈ വേദ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകുന്നു, അതോ ഞാൻ പേടിച്ചറിണ്ട് ഒളിച്ചിരിക്കുന്നു? 6 വർഷം കൊണ്ട് വേദ ഒരുപാട് മാറി. ഇപ്പം ഞാൻ അഡ്വക്കേറ്റ് വേദയല്ല, അസിസ്റ്റൻറ്റ് കളക്ടർ വേദ ശങ്കരനാരായണ പറയും. അപ്പോഴത്തേക്ക് പറയും, അതുകൊണ്ട് തൻ്റെ കൂടുതൽ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് കാണിക്കേണ്ട. താൻ വിക്രത്തിനെതിരെ കൊടുത്ത കള്ളക്കേസ് ഞാൻ ഇല്ലാതാക്കും. വിക്രത്തിനെ ഞാൻ നിഷ്പ്രയാസം ജയിലിൽ നിന്ന് ഊരിക്കൊണ്ട് വരും. പിന്നെ പുളിക്കൻ്റെ മരണവും അനിയൻകുട്ടൻ്റെ മരണവും ചന്ദ്രശേഖരക്കുറുപ്പിൻ്റെ മരണവും ഒക്കെ ഞാൻ തെളിയിക്കും. ഇതിനെല്ലാം ഉത്തരവാദി താനാന്നുള്ളത് എനിക്കറിയാം. തന്നെ ജയിലിൽ കയറ്റിയും താൻ ആയുഷ്കാലം അഴിയണുന്നത് ഈ വേദ കാണിച്ചു തരാമെന്ന് പറയും. അതിനു വേണ്ടിയാണ് ഈ വേദ കേരളത്തിലോട്ട് വന്നതെന്ന് പറയും. തൻ്റെ ദിവസങ്ങൾ അടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ വേദ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. ഇതുവരെ ആരെയും ഭയക്കാത്ത ശ്രീകാന്ത് വേദയുടെ സംസാരത്തിലൊന്ന് പതറുന്നുണ്ട്. അതിനുശേഷം വേദ അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം വേദ നേരെ ചെല്ലുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലാണ്. വിക്രത്തിനെ കാണാമെന്ന് കരുതി വിക്രത്തിൻ്റെ വീട്ടിലൂടെ ചെല്ലുമ്പം കമലയും മാഷിനെയാണ് കാണുന്നത്. വേദയെ കാണുന്നതും അവർ ഓടി വന്ന് സംസാരിക്കുന്നുണ്ട്. എവിടെ പോയിരുന്നു മോളെ നീ? 6 വർഷം നിന്നെ കാണാതെ ഞങ്ങൾ എന്തോരം വിഷമിച്ചെന്നറിയാവോ? അമ്മേ, വിക്രം എവിടെ നിന്ന് ചോദിക്കും. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങി കാണുമല്ലോ, 6 വർഷം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അതെ, വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങി ഇപ്പം നിന്നെ അന്വേഷിച്ചിറങ്ങിയേക്കാന്ന് പറയും. എന്നെ അന്വേഷിച്ചോ? അതേ മോളെ, 6 വർഷം അവൻ നിന്നെക്കുറിച്ചൊരു വിവരം ഇല്ലായിരുന്നല്ലോ. ജയിലിൽ നിന്ന് ഇറങ്ങി ആ നിമിഷം തന്നെ അവൻ നിന്നെ അന്വേഷിച്ചിറങ്ങിയേക്കാന്ന് പറയും. അപ്പോഴത്തേക്ക് വേദയ്ക്ക് നല്ല സങ്കടമാവും. അമ്മ വിഷമിക്കേണ്ട, വിക്രത്തിൻ്റെ പേരിലുള്ള എല്ലാ കേസും ഞാൻ ഇല്ലാതാക്കും. തെറ്റ് ചെയ്തവർ ജയിലടക്കിയ എന്ന് പറയും. അതിനൊക്കെ എനിക്കിന്ന് സാധിക്കുമെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് വേദയുടെ കൂടെ 2 പോലീസുകാരും കാണും. എന്താ മോളെ പോലീസൊക്കെ? അമ്മേ, ഞാനിപ്പം അഡ്വക്കേറ്റ് വേദയല്ല, അസിസ്റ്റൻറ്റ് കളക്ടർ വേദ ശങ്കരനാരായണ എന്ന് പറയും. മോള് കളക്ടർ? ആ അതെ എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് വിക്രത്തിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. ശരിക്കുമുള്ള കുറ്റവാളികളെ ഞാൻ ജയിലിൽ അടയ്ക്കുമെന്നൊക്കെ പറയും. അതിനെല്ലാം എനിക്ക് സാധിക്കും. ഇനി എനിക്ക് എത്രയും പെട്ടെന്ന് വിക്രത്തിനെ കണ്ടെത്തണം, അതാണ് എൻ്റെ ഏക ലക്ഷ്യമെന്ന് പറയും. മാഷ് പറയും, ശരി മോളെ എന്ന് പറയും. അങ്ങനെ മോളെ നീ എങ്ങോട്ടാ? എനിക്ക് പോകണം അമ്മ, ഇപ്പോൾ പോകണം, ഞാൻ തിരികെ ഇങ്ങോട്ട് തന്നെ വരുമെന്നൊക്കെ പറയും. അങ്ങനെ വേദ അവിടെ പോവുകയാണ്. വേദയെ നോക്കിക്കൊണ്ട് വേദയുടെ മകൾ അവിടെ ഇരിക്കുന്നുണ്ട്. മകളെ നോക്കാനൊരു ആയുള്ള കാര്യമൊക്കെ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതാണ്. വിജി എന്നാണ് അവരുടെ പേര്. അങ്ങനെ മോള് വേദയെ നോക്കി ഇരിക്കുകയാണ്. അച്ഛക്ക് അമ്മേ അച്ഛനെ കണ്ടോ എന്ന് ചോദിക്കും. ഇല്ല മോളെ, അച്ഛനെ അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല. അച്ഛനെ കണ്ട് സംസാരിച്ച് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയാണ് അമ്മ പോയത്. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ല. പക്ഷേ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അമ്മ വരും. എൻ്റെ മോൾ അച്ഛനെ അമ്മ കാണിച്ചു തരുമെന്ന് പറയും. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ കേരളത്തിലോട്ട് വന്നതെന്നൊക്കെ പറയും. അങ്ങനെ മോളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിനെ ആ ഗുണ്ടകളെല്ലാം ചേർന്ന് ആ റൂമിൽ ബന്ധിച്ചിരിക്കുകയാണല്ലോ. ആ സമയത്ത് വേദയ്ക്ക് ഒരു സംശയമുണ്ട്. ശ്രീകാന്ത് വിക്രത്തിനെ ഏതെങ്കിലും രീതിയിൽ അകപ്പെടുത്തി എന്നുള്ള സംശയം ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വിക്രത്തിന് ഏത് വിധേനയും കണ്ടെത്താൻ കഴിയുമെന്ന് വേദയ്ക്കൊരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ വേദയുടെ ഭീഷണിയൊക്കെ കേൾക്കുന്ന വിക്രം നേരെ വരുന്നത് വിക്രത്തിനെ അടച്ചിട്ടിരിക്കുന്ന ആ ഒരു ഗോഡൗണിലോട്ട് വരികയാണ്. ആ സമയത്ത് തന്നെ വേദ പോലീസിന് ഇൻഫോം ചെയ്യുന്നുണ്ട്. വിക്രത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞൊരു മിസ്സിംഗ് കേസിൻ്റെത് നമ്മുടെ കമലമ്മയും മാഷിനെയും കൊണ്ട് വേദ കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വിക്രത്തിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തിന് സംശയം ഉണ്ടെന്നൊരു കാര്യം വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിക്രത്തിനെ കാണാൻ ഗോഡൗണിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ ചേർന്ന് ശ്രീകാന്തിനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ആ സമയത്ത് നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരും. ആ സമയത്ത് നമ്മുടെ സാബുവാണ് അവിടെ ഇരിക്കുന്നത്. എന്താ സാബു സാറേ എന്ന് ചോദിക്കും. അത് ശ്രീകാന്ത് സാറേ, ഇപ്പോൾ നിങ്ങളുടെ സഹോദരി വേദയാണല്ലോ ഇപ്പോൾ അസിസ്റ്റൻറ്റ് കളക്ടർ, അവരുടെ ഇതിലാണ് ഇപ്പോൾ കേസ് നടക്കുന്നത്. അവരാണ് വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് പരാതി കൊടുപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവർ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിരിക്കുകയാണെന്ന് പറയും. എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയും. ആ സമയത്താണ് വേദ അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് പോലീസുകാരോട് വേദ സംസാരിക്കുന്നുണ്ട്. വിക്രം എന്ന് പറഞ്ഞ ഒരാൾ മിസ്സിംഗ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അതിൽ സംശയമുള്ള ഒരാളുടെ പേരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയും. അങ്ങനെ മാഷും കമലമ്മയും കൊടുത്ത പരാതിയൊക്കെ വേദയെ കാണിക്കുകയാണ്. അതിനുശേഷം ശ്രീകാന്തിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, എവിടാന്നുള്ള കാര്യം പോലും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയും. ഉടനെ വേദ പറയും, ഇയാൾക്കറിയാം, ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ പറ്റുന്നവർ. അങ്ങനെ പോലീസുകാർ എടുത്തിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത് ഒന്നും പറയുന്നില്ല. അതിനുശേഷം വേദ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഫോണും കാര്യങ്ങളും എല്ലാം പിടിച്ചു വാങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫോണൊക്കെ പിടിച്ചു വാങ്ങുന്ന ആ സമയത്ത് തന്നെ ഫോണിനകത്ത് നിന്ന് ലാസ്റ്റ് വരുന്ന ഒരു കോൾ ചെയ്യുന്നുണ്ട്. അത് വിക്രത്തിനെ അടച്ചിട്ടിരിക്കുന്ന ആ ഗോഡൗണിൽ നിന്ന് അതിനകത്ത് ഒരാളാണ് വിക്രത്തിനെ വിളിച്ചത്. അങ്ങനെ ആ ടവർ ലൊക്കേറ്റ് ചെയ്ത് പോലീസുകാരും വേദയും കൂടി അവിടെ ചെല്ലുകയാണ്. അതേ സ്പോട്ടിൽ തന്നെയാണ് വിക്രം അവിടുന്ന് ഗുണ്ടകളെയെല്ലാം അടിച്ച് ശരിപ്പെടുത്തി വിക്രം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. വേദയും പോലീസുകാരും ചെല്ലുന്നതിന് കുറച്ച് നേരം മുന്നെയാണ് അവിടെ ഒരു അടി നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വിക്രത്തിനെ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും വിക്രം അവരെ എല്ലാം അടിച്ച് വിക്രം അവിടെ രക്ഷപ്പെട്ട കാര്യം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ ഒരേ ഒരു ലക്ഷ്യം തന്നെയാണ് വേദയ്ക്ക്. അതിനുശേഷം വേദ
ശ്രീകാന്തിനെതിരെയുള്ള തെളിവുകളെല്ലാം ശേഖരിക്കുകയാണ്. അനിയൻകുട്ടനെ കൊന്നതും പുളിക്കനെ കൊന്നതും വരുണിൻ്റെ മരണവുമെല്ലാം വേദയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതിനുശേഷം വേദ ശ്രീകാന്തിനെതിരെയും വിക്രത്തിന് അനുകൂലമായിട്ടുള്ള തെളിവുകളെല്ലാം ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് വിക്രത്തിനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയെങ്കിലും വിക്രം പരോൾ പോലും എടുക്കാതാണ് ഇത്രയും നാളും ജയിലിൽ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് കേസിൽ നിന്ന് ഇല്ലാതാക്കണം എന്നുള്ള കാര്യമൊക്കെ വേദ മനസ്സിലാകും. അങ്ങനെ പരമാവധി കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശ്രീകാന്തിനെതിരെ വേദ കളക്ട് ചെയ്യുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വർഷയുടെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛൻ ജഡ്ജി സാർ അങ്ങോട്ട് വരുന്നത്. ജഡ്ജി സാറ് പറയുന്നുണ്ട്, അച്ഛക്ക് നീ എന്ത് കരുതി ഇത്രയും നാളും ഈ സ്വത്തുക്കളെല്ലാം വെച്ച് അനുഭവിച്ചിട്ട് നിനക്ക് ഇത് അനുഭവിക്കാൻ നിനക്ക് പറ്റിയോ? നീ എൻ്റെ മോളെ കൊല്ലാക്കൊല ചെയ്തു. പക്ഷേ നീ എന്ത് കരുതി അവൾ അങ്ങ് ഇല്ലാതായി പോകുന്നു നീ കരുതിയോ എന്ന് ചോദിക്കും. അവൾ ഇപ്പം 6 വർഷത്തിന് ശേഷം അവൾ വന്നിരിക്കുന്നതേ ഒരു നാട് ഭരിക്കുന്ന ഉദ്യോഗസ്ഥയായിട്ടാണ്. നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എൻ്റെ മോൾ ഇതേ കണക്കൊരു വരുമെന്ന്. നീ ഇനിയാണ് ശ്രീകാന്തെ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മുടെ ജഡ്ജി സാറ് ശ്രീകാന്തിനെ ജയിലിൽ വന്നിട്ട് കണ്ട് പറയും. അദ്ദേഹത്തിന് സന്തോഷവും വേദ നല്ല രീതിയിൽ വന്നെന്നറിയുന്നത് പുള്ളിക്ക് വലിയ സന്തോഷമാവും. 6 വർഷത്തിന് ശേഷം മോള് നല്ലൊരു പൊസിഷനിലായെന്നുള്ള സന്തോഷത്തിലാണ് ശങ്കരനാരായണൻ. അതിനുശേഷം തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം പോലീസുകാർ ശ്രീകാന്തിനെ ചോദ്യം ചെയ്യുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് തുറന്നു പറയുന്നുണ്ട്. അനിയൻകുട്ടൻ്റെയും വരുണിൻ്റെയും എല്ലാം കൊലപാതകത്തിന് താൻ തന്നെയാണ് കാരണം, താനാണ് അവരെ എല്ലാം കൊന്നതെന്നും വിക്രത്തിന് ഈ കേസിൽ യാതൊരു പങ്കുമില്ലെന്നും ഒക്കെ വേദ തെളിയിക്കുകയാണ്. പോലീസുകാരുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം ശ്രീകാന്ത് പറയുന്നുണ്ട്. അതെല്ലാം നമ്മുടെ വേദ കളക്ട് ചെയ്യാണ് തെളിവുകളും പിന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കോടതിയിൽ ഈ തെളിവെല്ലാം ഹാജരാക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ദർശനും വേദയും തമ്മിൽ കാണുന്നത്. അതിനുശേഷം ദർശന് തെറ്റുകളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ദർശൻ പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി, പക്ഷേ ശ്രീയേട്ടൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിക്രത്തിനെതിരെ സംസാരിച്ചതും വിക്രത്തിനെതിരെ ഞാൻ കോടതിയിൽ ഹാജരായതും. പക്ഷേ വിക്രത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഭാഗത്ത് മുഴുവൻ എൻ്റെ അച്ഛൻ്റെ കൊലപാതകയായിരുന്നു പറയും. എനിക്ക് മനസ്സിലാവും ഞാൻ ദർശനെ കാണാൻ ശ്രമിച്ചിരുന്നു, വിക്രത്തിനെ എത്രയും പെട്ടെന്ന് ജയിലിൽ ഇറക്കണമെന്ന് കരുതി. പക്ഷേ അയാൾ എല്ലാ തെളിവുകളും നശിപ്പിക്കുകയും വിക്രത്തിനെതിരെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം അയാൾ ചെയ്തു. സ്വത്തിനും പണത്തിനും വേണ്ടി അയാൾ എന്തും ചെയ്യും. എന്നെപ്പോലും കൊല്ലാക്കൊല ചെയ്ത ദുഷ്ടനാണ് അയാൾ. ദർശൻ്റെ അച്ഛനെ പോലും കൊന്നത് ശ്രീയേട്ടനെ. അതിനുശേഷം എൻ്റെ വിക്രത്തെ ആ കേസിൽ അയാൾ അകപ്പെടുത്തി. അനിയൻകുട്ടനെയും വരുണിൻ്റെയും കൊലപാതകം ഉൾപ്പെടെ അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ മൊത്തം എൻ്റെ കയ്യിലുണ്ട്. കോടതിയിൽ ഈ തെളിവുകളെല്ലാം ഹാജരാക്കണം. അതിനുശേഷം എൻ്റെ വിക്രത്തെ ജയിലിൽ നിന്ന് എൻ്റെ വിക്രത്തിന് എതിരെയുള്ള എല്ലാ കേസുകളും ഇല്ലാതാക്കണമെന്ന് പറയും. എല്ലാ കേസും എൻ്റെ വിക്രത്തിൻ്റെ തലയിരിക്കുക എന്നൊക്കെ പറയും. അതിനുശേഷം ദർശൻ പറയും, ഇത് എന്ത് സഹായവും എൻ്റെ ഭാഗത്തുനിന്ന് വേദയ്ക്കുണ്ടാവും, ചെയ്തു പോയ തെറ്റിന് ഞാൻ വിക്രത്തോടും വേദയോടും ക്ഷമ ചോദിക്കുമെന്നൊക്കെ പറയും. അതിനുശേഷം നേരെ ശ്രീകാന്തിനെ ദർശൻ ചെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇത്ര കാലം ഞാൻ കരുതിയില്ല, നിങ്ങളെൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്, ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ കൊലപാതകയാണ്, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചില്ല, നിങ്ങൾ എന്തെല്ലാം കള്ളമാണ് എന്നോട് പറഞ്ഞത്, വിക്രമാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്നല്ലേ, നിങ്ങളുടെ കൈകൊണ്ട് എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ വിക്രത്തിനെതിരെ തെളിവുകളെല്ലാം ഹാജരാക്കി, ആ വിക്രത്തിനെതിരെ തന്നെ കോടതിയിൽ എന്നെക്കൊണ്ട് നിങ്ങൾ ബാധിപ്പിക്കുകയും ചെയ്തു, നിങ്ങളൊരു ബുദ്ധിമാനായ കുറ്റവാളി എന്നൊക്കെ പറഞ്ഞ് ദർശൻ ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വർഷയോട് പോലും ദർശൻ ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം കോടതിയിൽ എല്ലാ തെളിവുകളും ഹാജരാക്കുന്നുണ്ട്. വിക്രത്തിന് അനുകൂലമായി വിധി വരികയാണ്. വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ പൂർണ്ണമായും കേസിൽ നിന്ന് ഇല്ലാതാക്കുകയാണ്. ആ സമയത്ത് വേദയാണ് ഈ തെളിവുകളെല്ലാം ശേഖരിച്ചതെന്നുള്ള കാര്യം വിക്രത്തിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ വേദ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ 6 വർഷത്തിന് ശേഷം നമ്മുടെ വിക്രം വേദയെ കാണുന്നുണ്ട്. വേദയെ കാണുന്നതും വിക്രം ഓടി വരികയാണ്. കേസിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരു കേസുകളും ഇല്ലാതെ വിക്രം വളരെ ഫ്രീ ആയിട്ട് എല്ലാ തെളിവുകളും നമ്മുടെ വേദ കോടതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വിക്രം വരികയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രീകാന്ത് വരുന്നുണ്ട്. വിക്രത്തിനെ വേദി ഒരുമിച്ച് കാണുന്ന ശ്രീകാന്തിന് നല്ല സന്തോഷമുണ്ട്. താനല്ലേ പറഞ്ഞത് എന്നെയും വിക്രത്തിനെ ഒരുമിച്ച് ജീവിക്കാൻ താൻ അനുവദിക്കത്തില്ലെന്നുള്ളത്, തൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ ഇനി ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ പോകുന്നതെന്ന് പറയും. തനിക്ക് കിട്ടാവുന്ന ശിക്ഷ പരമാവധി ഞാൻ മേടിച്ച് തരും, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അലവും താൻ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയും. എല്ലാ തെളിവുകളും ശേഖരിച്ച് എൻ്റെ മുന്നിലിട്ട താൻ അനിയൻകുട്ടനെ വെടിവെച്ച് കൊന്നത് ഒരിക്കലും ഞാൻ മറക്കത്തില്ലെന്ന് പറയും. പുളിക്കൻ്റെയും വരുണിൻ്റെയും കൊലപാതകം ഉൾപ്പെടെ താൻ ചെയ്തു കൂട്ടിയ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഞാൻ കോടതി ഹാജരാക്കിയിരുന്നു, തനിക്ക് ഒരിക്കലും ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ പോലീസുകാർ വന്ന് നമ്മുടെ ശ്രീകാന്തിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയാണ്. അത് നമ്മുടെ വിക്രവും വേദയും കൺകൊണ്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ താൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് താൻ ഒരു സത്യവും കൂടി അറിയണമെന്ന് പറയും. താൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് താൻ ഇത്രയും നാളും കൈവശം വെച്ച് അനുഭവിച്ച എല്ലാ സ്വത്തുക്കളും ഇനി അനുഭവിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞാന്ന് പറയും. ഉടനെ വിക്രം ചോദിക്കും, വിക്രം ഇങ്ങനെ അതിശയിച്ച് നിൽക്കും. അതേ വിക്രം ജയിലിൽ പോയ ആ സമയത്ത് എൻ്റെ വയറ്റിൽ വിക്രത്തിൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു. 6 വർഷം അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എല്ലാവരിൽ നിന്നും ഞാൻ അവളെ മറച്ചു പിടിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ മകൾക്ക് 6 വയസ്സുണ്ട്. അവൾ അച്ഛനെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മോളേന്ന് പറഞ്ഞ്
വേദ മോളെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് മോള് ഓടി വരികയാണ്. ഇതാണ് വിക്രം, നമ്മളുടെ മകളെന്ന് പറയും. അങ്ങനെ വിക്രവും വേദയും കൂടി ചേർത്ത് മോളെ എടുക്കുകയാണ്. വിക്രത്തിനങ്ങ് മോളെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. കാരണം കുഞ്ഞിനെ ആദ്യമായിട്ടാണ് വിക്രം കാണുന്നത്. കാണുമ്പോൾ നമ്മുടെ ശ്രീകാന്തിനങ്ങ് ദേഷ്യം വരികയാണ്. താൻ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ, ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു ജീവിതം താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനൊന്നും ഒരു അവകാശം ഉണ്ടാവില്ലെന്നാണ് താൻ കരുതുന്നത്. താൻ ഇത്രയും നാളും വെച്ച് അനുഭവിച്ച എല്ലാ സ്വത്തുക്കളും ഇനി അനുഭവിക്കാൻ പോകുന്നത് എൻ്റെ മകളും വിക്രവും കൂടി ചേർന്നാന്ന് പറയും. അങ്ങനെ നമ്മുടെ വിക്രവും വേദയും നമ്മുടെ കുഞ്ഞും കൂടി പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അങ്ങനെ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി വിക്രത്തിനെ സ്വതന്ത്രനാക്കുകയാണ് വേദ. അങ്ങനെ വേദ അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് കേരളത്തിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ചുള്ളൊരു ജീവിതമാണ് നമ്മൾ പവിത്രം സീസൺ 2 കാണാൻ പോകുന്നത്. എല്ലാവരും പ്രേക്ഷകരെല്ലാം ആഗ്രഹിച്ചതുപോലെ വിക്രത്തിൻ്റെയും വേദയുടെയും ഒരു റീയൂണിയനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.